ഹലോ ആൻഡ് വെൽക്കം. ഇന്ന് ഞാൻ വീരാഹോഗൻ്റെ കഥയുമായിട്ടാണ് വരുന്നത്. വീരാഹോഗൻ ഒരു പേഷ്യൻ്റ് റെസിഡൻ്റ് ആയിരുന്നു. വീരാഹോഗനെ പറ്റി ഒത്തിരി ഫണ്ണി ആയിട്ടുള്ള എക്സാമ്പിൾസ്, ഫണ്ണി ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. റൂം നമ്പർ 27 വീരാഹോഗൻ കിടന്നിരുന്നത്. അപ്പോൾ ഈ റൂം നമ്പർ 27 ഞങ്ങളുടെ റെസിഡൻ്റ് ആയിട്ട് കിടന്ന വീരാഹോഗൻ ഒരു ബെഡ് റിഡൻ റെസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ വീരാഹോഗനെ രാവിലെ വാഷ് ചെയ്യാനായിട്ട് ചെന്ന് കഴിയുമ്പോൾ ചില കെയർമാരായിട്ടുള്ള ഇപ്പോൾ എക്സാമ്പിൾ ആഗ്നസോ അല്ലെങ്കിൽ പിന്നെ ഫിയോണയോ അല്ലെങ്കിൽ കീര, ക്ലെയർ, ആഷ്ലിങ്, കുറേ പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവരെന്നോട് ചോദിക്കും ഈ വീരനെ അപ്പാക്കണോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ വീരൻ രാവിലെ വാഷ് ചെയ്ത ശേഷം ഒരു ഹോയിസ്റ്റിൽ പൊക്കി ഒരു ചെയറെ കൊണ്ടുപോയിട്ട് അവരുടെ കോമൺ റൂമിൽ കൊണ്ടിരുത്തും. കുറേ നേരം കൊണ്ടിരുത്തിട്ട് താവോട്ട് കൊണ്ടുവരും. അപ്പോൾ അത് ശരിക്കും എന്നിട്ട് ഒരു 11 മണിയാകുമ്പോൾ ഇവരുടെ പാടി ചെയ്യാൻ താവോട്ട് കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 12 മണി കഴിഞ്ഞ് പിന്നെയും കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് പിന്നെയും കൊണ്ട് കിടത്തണം. ഇതൊക്കെ ഈ കേരളമാർക്ക് ഇരട്ടിപ്പണി ആയതുകൊണ്ട് അവർക്ക് ഈ അപ്പാക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അവർ നമ്മളടുത്ത് കാലെ പിടിച്ചുകൊണ്ടെങ്കിൽ നിൽക്കും. വേണം തെങ്ങി നിൽക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് കണ്ണടച്ച് വിട്ടേക്കും. വേണ്ട എന്ന് പറഞ്ഞ് കണ്ണടച്ച് വിട്ടേക്കും. അപ്പോൾ അങ്ങനെ കിടക്കുന്ന ഒരു പേഷ്യൻ്റ് റെസിഡൻ്റാണ്. ഡിമെൻഷ്യ കാരണം, പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഡിമെൻഷ്യ കാരണം ലാംഗ്വേജ് ഒക്കെ നഷ്ടപ്പെട്ടു പോയി. എന്ത് പറഞ്ഞാലും ഒന്ന് ചിരിക്കുക മാത്രം ചെയ്യും, വേറെ ഒന്നും ചെയ്യത്തില്ല. അതാണ് വീരാഹോഗൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ വീരാഹോഗന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഫണ്ണിയല്ല, ഒരു ലേൺ ചെയ്യാൻ മാത്രമുള്ള ഇൻസിഡൻ്റാണ്. അപ്പോൾ വീരാഹോഗന് ഒരു കാര്യം ഞാനവിടെ ചെന്ന കാലം മുതലുണ്ട്. വീരാഹോഗന് അത് കഴിഞ്ഞിട്ട് ഒരു അവസാനം കോവിഡ് കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് സിക്കായി. ഒരു വീക്കെൻഡിലാണ്, ശനിയാഴ്ച സിക്കായി. അപ്പോൾ സിക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും വീരാഹോഗനെ കെയർ പ്ലാൻ നോക്കേണ്ടത് ഒരു മലയാളി നേഴ്സായിരുന്നു. ആ നേഴ്സിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആ മലയാളി നേഴ്സ് ആ കെയർ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാൻ ഒന്നും സൈൻ ചെയ്തിട്ടില്ല. അപ്പം അന്ന് ഷോർട്ട്നസി ആയിരുന്നു, മേരി ഓഫ് ഷോർട്ട്നസി ആയിരുന്നു എൻ്റെ സെക്കൻഡ് നേഴ്സ്, എൻ്റെ സെക്കൻഡ് മാനേജർ. ഈ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്താണ്. അപ്പോൾ ഞാൻ ഈ വീക്കെൻഡ് എൻ്റെ അല്ല, ഷോർട്ട്നസി ഇല്ലാത്തതുകൊണ്ട് ഷോർട്ട്നസിക്ക് വേണ്ടി ഞാൻ സ്വാപ്പ് ചെയ്തെടുക്കുവാണ് സൺഡേയിൽ മാനേജർഷിപ്പ്, അതായത് ഫ്ലോർ മാനേജറായിട്ട്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ വീര സിക്കായി. വീരയുടെ കൺസേൺഡ് ആയിട്ടുള്ള GP ഒന്നും വീരേനെ ഇൻഫോം ചെയ്തൊന്നുമില്ല. പിന്നെ വെറുതെ ഷാനൻ ഡോക്കിനെ ഒന്ന് വിളിച്ച് വരുത്തിയിട്ട് കുറച്ച് മെഡിസിൻസ് ഒക്കെ ഇട്ടു. അപ്പോൾ ഫാമിലി പറഞ്ഞു അവർക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറഞ്ഞു. കാരണം 100 വയസ്സായി, എല്ലും തോലുമായിട്ട് കിടക്കുന്ന സ്ത്രീയാണ്, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ആണെന്ന് വിചാരിച്ചിട്ട് അവർ നൈസായിട്ട് തള്ളി, വേറെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാതെ നൈസായിട്ട് തള്ളി ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് തലക്കി വിട്ടു. പിറ്റേ ദിവസം രാവിലെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 8:30-9 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് അവിടുത്തെ നേഴ്സ് പറഞ്ഞു, വീര ഈസ് നോട്ട് റെസ്പോണ്ടിങ്, വീര പാസ്റ്റ് അവേ എന്ന് പറഞ്ഞു. വീര പോയി. അപ്പോൾ എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാനും ഇല്ല, ഒന്നുമില്ല. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഷാനൻ ഡോക്കിനെ വിളിച്ചപ്പോൾ ഷാൻ ഡോക്ക് പറഞ്ഞു GP ആക്കാണ് ഇത് ചെയ്യേണ്ടത്, അത് അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പണ്ട് ഞാൻ ഒരു സ്റ്റോറിക്കകത്ത് ഷോൺ മറോണിയുടെ കഥ പറഞ്ഞപ്പോൾ അന്ന് GP ഷാനൻ ഡോക്കിനെ കൊണ്ട് തന്നെ പോലീസുകാർ നിർബന്ധിച്ച് സൈൻ ചെയ്യിപ്പിച്ചൊരു കഥ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ ഈ GP പറഞ്ഞ അവൾ സൈൻ ചെയ്യുമായിരുന്നു പറഞ്ഞു. അവൾ ബലം പ്രയോഗിച്ച് പറഞ്ഞു അവൾ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. കാരണം അവളുടെ വിദേശ GP-യാണ്, ഈ സംഭവം ഒരു വിദേശിയാണ്, സുറിയോ ലിബി അങ്ങണ്ട, അത് സൈൻ ചെയ്യുമായിരുന്നു പറഞ്ഞു. അത് പേടിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഉള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പോലീസുകാരെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ എന്നാ ചെയ്യാൻ, 100 വയസ്സിന് ഞങ്ങൾ എന്നതിന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്, നീ ഒരു കാര്യം ചെയ്യുക, ഞാൻ GP-യെ വിളിക്കുക, അവനെ എവിടെയാണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ മുതൽ GP-യെ വിളിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ മോറിസ് ഓക്കീഫാണ്, ഡോക്ടർ മോറിസ് ഓക്കീഫ് എന്നാണ് അവരുടെ പേര്. അയാളാണ് ഇവളുടെ GP. അപ്പോൾ മോറിസ് ഞങ്ങളുമായിട്ട് ഭയങ്കര കമ്പനി, ഞാനുമായിട്ട് പ്രത്യേകിച്ച് ഭയങ്കര കമ്പനി. അപ്പം ഞാൻ ഇവരെ വിളിക്കുന്നുണ്ട് രാവിലെ മുതൽ. അവൻ്റെ ഫോൺ നമ്പർ ഉള്ളത് എനിക്കറിയത്തില്ല, അവൻ്റെ പേഴ്സണൽ ഫോൺ നമ്പർ നമുക്ക് അവൈലബിൾ അല്ല വീക്കെൻഡിലൊന്നും. എന്നിട്ട് ഞാനിങ്ങനെ തപ്പി നോക്കിയപ്പോൾ ഞങ്ങളുടെ ഫയലിൻ്റെ അകത്ത് കിട്ടി. അങ്ങനെ പല പ്രാവശ്യം അവനെ പോലീസുകാർ പറഞ്ഞു അവർ നോക്കാം, അവരും വിളിക്കാം, അവരുടെ ഓഫീസിൽ വിളിക്കാം, അങ്ങനെയൊക്കെ അവരും അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ അന്വേഷിച്ചും പറിച്ചൊക്കെ നിന്നു. അപ്പോഴത്തേക്കും വീട്ടുകാർ പറഞ്ഞു അവർ ഒരു ഫുണറൽ ഡയറക്ടേഴ്സിനെ ഇങ്ങോട്ട് വിട്ടേക്കാം, കോവിഡ് കഴിഞ്ഞ സമയമാണ്, ഫുണറൽ ഡയറക്ടേഴ്സ് ഇങ്ങോട്ട് വിട്ടേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പുറത്ത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ പുറത്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്, അതായത് ഇവൻ്റെ റിമൈൻസ് കൊണ്ടുപോകാൻ വേണ്ടി. പക്ഷേ റിമൈൻസ് കൊടുക്കാനും പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഇവരോട് പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ വെച്ചിരിക്കുന്നത്, നമുക്ക് പറയാനും പറ്റത്തില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇച്ചിരി കഴിവുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്, ഞാനത് ശരിയാക്കി തരാം, GP ഒന്ന് കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ GP അപ്പോൾ അവർ പറയും ഇടയ്ക്ക് വിളിക്കും, നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തോ. അപ്പോൾ ഈ ഫുണറൽ ഡയറക്ടേഴ്സ് ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക, ഞാൻ GP-യെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് പല പ്രാവശ്യം വിളിച്ചിട്ട് അവസാനം അവനൊരു 3-4 മണി ആയപ്പോഴത്തേക്ക് അവന് ഫോൺ എടുത്തിട്ട് അപ്പോൾ അവന് ഗാൾവേയിൽ ഒരു ക്ലിനിക്കിൽ അവൻ്റെ കൂടെയുള്ള 2 സ്റ്റാഫിനെ കോവിഡ് വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അവന് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അവനെ എടുക്കാഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് പറഞ്ഞു ബിമാൽ ഞാനത് ചെയ്തോളാം, നീ ഒന്നും പേടിക്കണ്ട, നീ അത് നാച്ചുറൽ കോസ് ഞാൻ എഴുതി കൊടുത്തോളാം, നീ ബോഡി റിലീസ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ആയിട്ട് പറഞ്ഞു നേരെ ഓടി താഴെ വന്നിട്ട് അപ്പോൾ അവരവിടെ നിൽക്കുക, ഈ ഫുണറൽ ഡയറക്ടേഴ്സ്, അവർക്ക് വേറെ പണിയുണ്ട്. അപ്പോൾ അവരുടനെ പെട്ടെന്ന് തന്നെ പുറകെ കൂടെ വന്നിട്ട് PP കിറ്റും ഒക്കെ ഇട്ട് പെട്ടെന്ന് ഓടി വന്നിട്ട് ഈ വീരയുടെ ബോഡി എടുത്ത് വലിച്ചോണ്ടങ്ങ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോകരുത്, വെയിറ്റ് ചെയ്യുക,
ലൈനപ്പിന് വേണ്ടി ഞാൻ ഇവരെല്ലാം വിളിച്ചുകൊണ്ട് വരട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാഗൽത്ത് വാൽഷും ഏപ്പിൾ വാർഡും അങ്ങനെയുള്ള കുറേ കീഫയും ഒക്കെ അവിടെ ഉണ്ട്. അപ്പം ഞാൻ അവരെയൊക്കെ വിളിക്കാൻ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊക്കെ ഓടി വന്നപ്പോൾ തന്നെ ഇയാളുടെ റിമൈൻസ് എടുത്തുകൊണ്ട് പോയി. അപ്പം ഈ പോയത് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തല്ലോ. കാരണം ഇത് ലീഗലി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. കാരണം ഈ റെസിഡൻറ്റിന് ഇത് ചെയ്തിട്ടില്ല, അതായത് എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാൻ ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ GPA കിട്ടാനില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് GPA ഒക്കെ വരുത്തി ഫാമിലിയൊക്കെ കൺവിൻസ് ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യം ഫാമിലി അടുത്ത് മിണ്ടി പോലും ഇല്ല. അതുപോലെ തന്നെ ഈ ഫുണറൽ ഡയറക്ടേഴ്സിനെ കൺവിൻസ് ചെയ്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വിചാരിക്കുന്നത് ഞാനൊരു വലിയ ഹീറോയ്ക്ക് ആക്റ്റൊക്കെ ചെയ്തതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിറ്റേ ദിവസം ഹാൻഡ് ഓവറിന് ഇരിക്കുകയാണ്. അപ്പോൾ ഹാൻഡ് ഓവറെല്ലാം കഴിഞ്ഞു. ഞാൻ അലൊക്കേഷനൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഡയറക്ടർ അവിടെ വന്നുകൊണ്ട് അവിടെ ലൈനപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇവരുടെ റിമൈൻസ് പോകുമ്പോൾ സ്റ്റാഫ് മെമ്പേഴ്സ് 2 സൈഡിൽ നിൽക്കുന്ന ഒരു ആചാരമുണ്ട് അവിടെ, ലൈനപ്പ് എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ഞാൻ ലൈനപ്പിന് വേണ്ടി ഇവരെല്ലാം വിളിക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം, അതായത് 4-5 ആകുമ്പോഴത്തേക്ക് വൈകുന്നേരത്തെ ഹൈറ്റിയുടെ സമയമാണ്. അപ്പോൾ അതുകാരണം അവരെല്ലാം കൂടി പതുക്കെ അനങ്ങി തൂങ്ങി വന്നപ്പോഴത്തേക്ക് ഇവരെടുത്തുകൊണ്ട് പോയി. കാരണം ഇവരുടെ ഉച്ച മുതൽ വെയിറ്റിംഗ് ആയതുകൊണ്ട് ഇവർ റെസ്റ്റ്ലെസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അവരെ തടയാൻ പറ്റില്ല, സോറി. അപ്പോൾ അങ്ങനെ അവരെഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബോഡി റിമൈൻസ് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഈ രാവിലെ ഡയറക്ടർ വന്നിട്ട് എന്നെ കുത്തിക്കൊണ്ട് പറയുകയാണ്, അതായത് ഞങ്ങളുടെ ട്രഡീഷൻസ്, അതായത് ഞങ്ങളുടെ ഹോമിൻ്റെ ട്രഡീഷൻ ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ലൈനപ്പ് ഉണ്ടായില്ല, അത് കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർ റെസ്പോൺസിബിൾ ആണ്, ഇറസ്പോൺസിബിൾ ആയിട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു. അത് എന്നെ ഉദ്ദേശിക്കുന്നത്, കാരണം ഞാനാണല്ലോ മാണേ. ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു. ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കരി വന്നിട്ട് ഞാൻ എഴുതിട്ടെന്ന് പറഞ്ഞു. എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ നീ ചെയ്തതൊക്കെ ഓക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അവരുടെ ഈ വെള്ളക്കാരുടെ തനിസ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ നമ്മളെ തിരിച്ചു കാണിക്കും, എന്നിട്ട് ബാക്കി കൂടെ ചെന്നിട്ട് അപ്പോൾ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ പാര വയ്ക്കുകയും ചെയ്യും. ഇതാണ് വെള്ളക്കാട് തനിസ്വഭാവം. നമ്മൾ വിചാരിക്കുന്ന നമ്മളുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. പക്ഷേ ഇവർ ഈ റൂളും ചട്ടവും പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യും. ഇതെല്ലാം ഇവരുടെ ഉടായ്പ പരിപാടികളാണ്. അപ്പോൾ ഇത്തരം പരിപാടി തന്നെ ഇവരും കാണിക്കുന്നത്. ഇവർ ഞാനിപ്പം ചെയ്തതെന്ന് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, 99% ഞാൻ ഏത് കാര്യം അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അവർ പറയുന്നത് ഞാൻ ആ 1% ലൈനപ്പ് ചെയ്തില്ല എന്നുള്ളത് അവരുടെ എന്തോ ഭയങ്കര മാരക സംഭവമായിട്ട് അവർ പറയുക. അപ്പം ഞാൻ എൻ്റെ കൺസേൺ റൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാഗൽത്ത് വാൽഷിനോട് പറഞ്ഞു, നീ അത് വിഷമിക്കൊന്നും വേണ്ട, നീ ഇത്ര ഒന്ന് കടന്ന് കഷ്ടപ്പെട്ടല്ല, ഞങ്ങൾ കണ്ടതല്ല, നീ അതൊന്ന് വിഷമിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് എന്നെ സമാശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ഹിക്കി അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത പ്രൊഫഷനാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നന്ദിയില്ലാത്ത പ്രൊഫഷനാണ്. നമ്മൾ എത്ര 99% നല്ല കാര്യം ചെയ്താലും ഈ 1% മിസ്റ്റേക്ക് ചെയ്തെങ്കിൽ അത് മാത്രം ഹൈലൈറ്റ് ചെയ്യുക, അത് വെച്ച് നമ്മളെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷൻ്റെ പ്രത്യേകത. ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നീ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ അപ്സെറ്റ് ആകേണ്ട ആവശ്യമില്ല, ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഈ മാഗൽത്ത് ഹിക്കി എന്നെ സമാധാനിപ്പിച്ചു. അവർ ജോയിൻറ്റ് ഡയറക്ടർ അവിടുത്തെ. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഈ പ്രൊഫഷൻ്റെ പ്രത്യേകത പുതുതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 1% പോലും ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല. 99% നല്ല കാര്യം ചെയ്താലും ഈ 1% മിസ്റ്റേക്ക് അല്ലെങ്കിൽ എറർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ചീത്ത വിളിക്കാനായിട്ട് ഫാമിലി ഉണ്ട്, പേഷ്യൻ്റ് ഉണ്ട്, ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, അലേർട്ടി മെമ്പേഴ്സ് ഉണ്ട്, മാനേജറുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ചെയ്ത കാര്യങ്ങൾ ആരും അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ദുർവിധിയാണ്. അപ്പോൾ ഇതൊന്നും മെൻഷൻ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീരയുടെ സ്റ്റോറി പറഞ്ഞത്. വീരയുടെ ഒരു മരിച്ച സമയത്ത് വീരയുടെ എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് ഇത്രയൊക്കെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വേറൊരു റെസിഡൻറ്റിൻ്റെ ഒരു ഫൈൻ സ്റ്റോറി ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഇതിനേക്കാളൊക്കെ ഫണ്ണി ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അത്ര ഒരു സ്റ്റോറി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എനിക്ക് ഐറിഷ് സ്റ്റോറികളുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോറികളുണ്ട്, അതുപോലെ തന്നെ ഹോമിലും ഹോസ്പിറ്റലും ഒക്കെ സ്റ്റോറികളുണ്ട്. അവരെ ഒരു ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, ഇതെല്ലാം റിയലിസ്റ്റിക് സ്റ്റോറികളാണ്. ഞാനിത് കഥയുണ്ടാക്കി പറയുന്നില്ല, ഇതൊക്കെ നടന്ന സംഭവങ്ങൾ, യഥാർത്ഥ സംഭവങ്ങൾ, ചില പേരുകൾ മാത്രം മാറ്റിയിട്ടേ ഉള്ളൂ. അപ്പം ഈ ഒരു സ്റ്റോറി വെച്ചിട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ചാനൽ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതുപോലെ ഒരു ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. സോ താങ്ക് യു വെരി മച്ച്.